സെറ്റ് എത്തിക്കുന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ചാറ്റ് ബോക്സിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ശരീരത്തിലുള്ള എല്ലാ എന്താണോ നമുക്ക് പ്രയാസമായിട്ടും ഭാരമായിട്ടും സങ്കടങ്ങളായിട്ടും തോന്നിയിട്ടുള്ളത് അതെല്ലാം ഒന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഫീൽ ചെയ്ത് ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നും നമ്മുടെ കഴിവല്ല, എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. അതില് ഓക്കെ സമാധാനം, സന്തോഷം. ഓക്കെ. അപ്പോ ഇനി ഇപ്പൊ പഴയതിനേക്കാളും ഇപ്പൊ നമ്മള് കുറെ ദിവസമായി നമ്മൾ ഇങ്ങനെ മോർണിംഗിൽ ഇരിക്കണു. അപ്പോ ഒരുപാട് പേര് ഉണ്ട്. ഈ ഒരു സംഭവം മെഡിറ്റേഷൻ്റെ ആയിക്കോട്ടെ, ഈ ഒരു സംഭവം ഒരുപാട് പേരിൽ എത്തിയിട്ടും നിങ്ങള് 13 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ മാത്രമാണ്, ഒരാളും ആണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ചൂസനാണ്. അതിന് ചൂസ് ചെയ്തതിന് റബ്ബില്, ദൈവത്തിൽ നിന്ന് നന്ദി പറയാം. അതുപോലെ തന്നെ ഓരോ നിമിഷവും, കാരണം ശ്വാസം നമ്മുടെ കൺട്രോളിലല്ല. കണ്ണ് നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണ് ഈ 1 മണിക്കൂർ കാണാണ്ടിരിക്കട്ടെ എന്ന് റബ്ബ് വിചാരിച്ചിട്ടില്ല. കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം വേണ്ടാത്തത് കാണുന്നു, അത് എന്ത് ചെയ്തിട്ടില്ല. കണ്ണ് അതുപോലെ തന്നെ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ ചെവി കേൾക്കാണ്ടിരുന്നിട്ടില്ല. ശ്വാസം ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾക്ക് തടസ്സം വന്നിട്ടില്ല. അപ്പോ ഇതെല്ലാം റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകുന്നു. നടക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഓരോ നിമിഷം ഓരോ അടി നമ്മൾ നടക്കുമ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത്തരത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും പറയുന്ന പോലെ തന്നെ ഓരോ മണിക്കൂറും ഇപ്പം മുതല്, ഇപ്പം 6 മണി, 6 to 7 ഞാൻ എന്തായിരുന്നു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തിനൊക്കെയാണ് നന്ദി പറയുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എന്തെല്ലാം തെറ്റുകൾ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ചെയ്തു, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഭ്രാന്ത് പിടിക്കുന്നു, എന്താണെന്നൊരു മന്ദപ്പ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്താം. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത്. കാരണം നമ്മുടെ ഓരോ ചിന്തകളും ഓരോ കാര്യം അതൊരു അഫർമേഷൻ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അഫർമേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടോക്ക കാര്യങ്ങളൊക്കെ ഓരോ സമയം നമ്മൾ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ച്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സൂക്ഷിച്ച്, ഓരോ മണിക്കൂർ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ മണിക്കൂർ നമ്മൾ ഇടവിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. കയ്യിലല്ല, നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ ഫോൺ ഉണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓരോ മണിക്കൂർ അലാറം വെച്ച് ചെയ്യണം എന്നുള്ളതല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കൂൾ ആൻഡ് കാം ആയിട്ടൊന്നിരിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്യാം, ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, അതുപോലെ തന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഫൊഗീവ് ചെയ്യാനുള്ള കാര്യം ഞാൻ എന്താ ചെയ്തത്, ഇത്തരത്തില് ഞാൻ ആർക്കൊക്കെ നല്ലത് ചെയ്തു കൊടുത്തു, ആരൊക്കെ സഹായിച്ചു, ആരൊക്കെ ഞാൻ സന്തോഷിപ്പിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ 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 നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളെ. മനസ്സിലായോ? അപ്പോ ഓരോ മണിക്കൂറും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പോണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കാരണം നമ്മുടെ മക്കള് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാവാം, ദേഷ്യപ്പെടുത്തുന്നുണ്ടാവാം. അപ്പൊ അവിടെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. മേ ബി നമുക്ക് അതിന് വന്നു കഴിഞ്ഞാലും ഓക്കെ, ആ സമയത്ത് പിന്നെ അവരുടെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു വേണ്ടാത്ത കാര്യങ്ങളൊന്നും വായിലൂടെ വരാണ്ടിരിക്കാം. ദേഷ്യം അങ്ങേയറ്റം എത്തുമ്പോൾ നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൺട്രോൾ. അതുപോലെ തന്നെ മക്കൾ ദേഷ്യപ്പെടുമ്പോഴും മക്കളുടെ കയ്യിലല്ല മക്കളുടെ കൺട്രോൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചൊറിയാൻ നിൽക്കാണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവുക. ഇത്തരത്തിൽ നമ്മൾ നമ്മളെങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു നല്ലൊരു വേർഷൻ
കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ ഒരു 21 ഡേയ്സ് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഏതൊരു കാര്യം 21 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് പിന്നെ അത് അംഗീകരിക്കും. അതിൽ നമുക്ക് ശീലാവും. ആ ഒരു ശീലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ പോലും നമ്മളടുത്ത് ചോദിക്കും, എന്താ ഇപ്പൊ പറ്റിയത്, ആകെ നിശബ്ദമായിക്കുന്നല്ലോ, എന്താ പറ്റിയെന്നുള്ളത്. ചിലരുണ്ടാവും. കാരണം ചിലര് മീൻസ് അപ്പുറത്തത്തും ഇപ്പുറത്തത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളടുത്ത് ഇങ്ങനെ പറയാൻ വരും. ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ഭാര്യ എന്നും അപ്പുറത്തെ വീട്ടിൽ നോക്കിയിട്ട് പറയും, ആ വീട്ടിലെ ജനലൊന്ന് ക്ലീൻ ആക്കിക്കൂടെ, ആ ഗ്ലാസ് ഒന്ന് ക്ലീൻ ആക്കിക്കൂടെ, എന്തൊരു അഴുക്കാണ് എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഭാര്യ അറിയാണ്ട് ഇടക്ക് പറയും. അങ്ങനെ ഭാര്യ അറിയാണ്ട് ഭർത്താവ് എന്ത് ചെയ്തു, ഇവരെ വീട്ടിലെ ജനലിനെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോ പിറ്റേ ദിവസം അവിടെ അല്ല, കഴുകി തോരട്ടതാ, അങ്ങനെ എന്തോ ആണ് സ്റ്റോറി, കറക്റ്റ് അറിയില്ല. അപ്പോ അതിലെന്തൊരു ചില വൃത്തിയായിട്ടില്ല എന്നുള്ള ലെവല്. പിറ്റേ ദിവസം ഹസ്ബൻഡ് പോയിട്ട് ആ ജനല് ക്ലീൻ ആക്കിയിട്ട് അപ്പൊ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നല്ല വൃത്തിയാക്കിയിരിക്കുന്നത്, വൃത്തിയായിട്ടുണ്ട് കഴുകിയിട്ടത്. അപ്പൊ സംഭവം എന്തായിരുന്നു, ഇവരുടെ ജനലിലായിരുന്നു അഴുക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്, ഇവരുടെ അപ്പൊ എന്താണ്, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവിക്കണത് എന്ന് നോക്കാണ്ട് നമ്മളിൽ എന്താണോ കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ നന്നാക്കാനുള്ളത്, നമ്മുടെ ചുറ്റുള്ളവർ ചുറ്റുള്ളവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മളെ ക്ലെൻസ് ചെയ്ത് ഇങ്ങനെ ഇത് ഒറ്റ അടിക്കാണ്ട് ഞാൻ നന്നാവാണെന്നും പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും പറ്റൂല. പതുക്കെ 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 നമ്മൾ മാറ്റി 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 നമ്മളിങ്ങനെ കൊണ്ടുവന്നാൽ ഓരോ ദിവസവും ഈ 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക, കാര്യങ്ങൾ നോക്കുക, അടുത്ത മണിക്കൂർ അങ്ങനെ 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 നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. ഏ ഈ ഒരു മന്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഒരു മന്ത് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കൽ എനിക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്, അല്ലേ? കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പേയ്മെന്റ് ഒക്കെ വാങ്ങി ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇരിക്കല് നിർബന്ധമായി. അല്ലെങ്കിലോ ചിലപ്പോൾ എന്താ ഉണ്ടാവുക, ഞാൻ 3:45 നീക്കുമായിരുന്നു. ബട്ട് ഇപ്പോ എത്ര ആയിട്ടും അങ്ങ് 3:45 എനിക്ക് നീക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞ് 4:30 ആയി. 4:30ക്കും എനിക്ക് നീക്കാനേ പറ്റുന്നില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ വന്നപ്പോ ഞാൻ ആകെ ഡൗൺ ആയതാണ് സംഭവം. അത് കഴിഞ്ഞ് ഞാൻ എന്തായി, വീണ്ടും സെറ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു മെഡിറ്റേഷൻ കോഴ്സ് എന്തായാലും ഔട്ട് ചെയ്യണം. ആ ഒരു തോട്ട് വന്ന്, അപ്പൊ എന്താണ്, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കൽ നിർബന്ധമാവും. എന്റെ ആ ഒരു ഹാബിറ്റ് ഈ 1 മന്ത് ആവുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 4:45 ഞാൻ നീക്കണം. 4:30ക്ക് നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ. അപ്പൊ എന്താണ്, ഇത് നിർബന്ധമായിട്ടുള്ള ഒരു സാധനം മുന്നിൽ വെച്ചപ്പോ ആ സമയം ഇപ്പൊ എനിക്ക് ആ സമയത്ത് നീക്കല് സിമ്പിളായി. അപ്പോ ഇത്തരത്തില് പതുക്കെ 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 ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, 2-ാമത്തെ ആഴ്ച ആയി, 2 ആഴ്ച ആയപ്പോഴത്തേക്കും ഇത് ശീലായി. നിങ്ങൾക്കും എന്തായിട്ടുണ്ടാവും, അത് ഓരോ നേരത്തെ നീക്കല് ശീലായിട്ടുണ്ടാവും. അപ്പോ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പതുക്കെ 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 മാറ്റിക്കൊണ്ടുവരാം. അല്ലാണ്ട് ഒറ്റടിക്കാണ്ട് നല്ല കുട്ടി ആവണ്ട. അപ്പൊ ഉണ്ടാവുക വെച്ചാല് നമ്മളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഫൊഗീവ് ചെയ്യേണ്ടടത്തൊക്കെ ഫൊഗീവ് ചെയ്തെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടടത്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ജീവിതം, ആ ഒരു ദിവസം, ആ ഒരു ലൈഫ് അത് നല്ല അടിപൊളിക്കാരം. നമുക്ക് ഒന്നിനും പരാതിയില്ല, പ്രശ്നമില്ല. എല്ലാം തവക്കുൽ ചെയ്തിട്ട് അവിടെ തവക്കൽ ചെയ്ത് കൊടുത്ത് റബ്ബിനെ അവിടെ ഏൽപ്പിച്ച് കൊടുത്ത് സമാധാനമായിട്ട് എല്ലാം നമ്മൾ നിൽക്കാം. നമ്മളിപ്പോ എല്ലാ റബ്ബിനെ ഏൽപ്പിച്ചെടുത്ത് ഞാനൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് എന്താവൂല, നമ്മളിലേക്ക് എത്തൂല. പക്ഷെ മനസ്സിന് നല്ല സമാധാനീകാരം റബ്ബിനെ ഏൽപ്പിച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ജോലിയുണ്ട്, ജോലിക്കൊന്നും പോവാതെ റബ്ബിനെ ഏൽപ്പിച്ചെടുത്ത് എനിക്ക് പൈസ എങ്ങനെ വരും, ഇത് പറഞ്ഞിരുന്നാ വരുമോ? ഇല്ല. നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ സംഭവത്തിനും വേണ്ടിയിട്ടും ആക്ഷൻ എടുത്തിട്ട് വർക്ക് ചെയ്യുക. ടെൻഷന് കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കണ്ട. റബ്ബിനെ തവക്കുൽ ചെയ്തിട്ട് സമാധാനം സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് പ്രശ്നത്തിന്റെ അകത്ത് കൂടെ സഞ്ചരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രശ്നത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പ്രശ്നത്തിന്റെ അകത്ത് അകപ്പെട്ട് നിൽക്കാണ്ട പ്രശ്നത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കണം. അതുപോലെ തന്നെ ഒരു നദിയാവണം, അതുപോലെ ഒരു മരമാവണം. ആ ഒരു മരമാവുന്നത് ഒരു വേരാവണം. വേര് ആണ് എല്ലായിടത്തുനിന്നും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ആ മരത്തെ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ വേര്
ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് സെറ്റാക്കി റെഡിയാക്കി വന്നത് കൊണ്ടാണ് ആ മരം ഒരു ഉഷാറായിട്ട് വലുതായി വരുന്നതും അതിലേറ്റവും പെർഫെക്റ്റ് ആയിട്ട് പൂവും കായൊക്കെ തരാൻ പറ്റുന്നതും. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു ഉമ്മയായി, നല്ലൊരു എന്താ പറയാ, ഒരു ഗാർഡിയനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഗാർഡിയൻ നിങ്ങളെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ആശ്വാസമാവണം. ആ ആശ്വാസം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വടയക്ഷികളായി കഴിഞ്ഞാൽ ആശ്വാസമാവില്ല. വീട്ടിലുള്ള ഒരാൾക്കും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷമ കിട്ടണില്ല, നമ്മൾ ദേഷ്യപ്പെടുകയാണ്. ഇത്തരത്തിലാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് നമ്മൾ ആശ്വാസമാവോ? ഇല്ല. നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കഴിക്കണ്, അവരിങ്ങനെ പോണ്, നമ്മൾ നമ്മുടെ വഴിക്ക് പോണ്, ഇത്തരത്തിലേക്കാരം. നേരെ മറിച്ചിട്ട് ഈ 1 മണിക്കൂർ നിങ്ങൾ അനലൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്, എന്തെല്ലാം തെറ്റുകളുണ്ടോ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ആയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ലൈഫ് നല്ല സ്മൂത്ത് ആയിക്കാരം, നല്ല കളറായിക്കാരം. കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അപ്പൊ എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മളിലും നല്ല സന്തോഷം ഉണ്ടാവും, നമ്മുടെ ചുറ്റുള്ളവരും സന്തോഷം ഉണ്ടാവും. അല്ലാതെ ചുറ്റുള്ളവരെ മാറ്റാൻ, നമ്മളെ മക്കളെ മാറ്റാൻ, നമ്മുടെ ഹസ്ബൻഡിനെ മാറ്റാൻ നിങ്ങൾ ആരും നിൽക്കണ്ട. നിങ്ങൾ സ്വയം മാറുക. ഈ സ്വയം മാറിക്കഴിഞ്ഞാല് ബാക്കിയുള്ളവരൊക്കെ മാറി നമ്മളോട് ഇങ്ങനെ ആകർഷിച്ചു വരും. അപ്പൊ നമ്മൾ എന്താവാ? പൂമ്പാറ്റകളാവാന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പൂമ്പാറ്റകൾക്ക് എന്താ ഉണ്ടാവുക? പൂമ്പാറ്റകളെ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ? പൂമ്പാറ്റിനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത്. ആ വരുന്ന ആളുകള് വന്നോട്ടെ, വരണ്ടാന്നൊന്നും നിങ്ങൾ പറയണ്ട. പക്ഷെ വേണ്ടാത്ത കാര്യങ്ങൾ, അപ്പുറത്തത്തെ ഇപ്പുറത്തെ കുറ്റങ്ങളും കുറവുകളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെവി കൊടുക്കാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ അവരെ സങ്കടപ്പെടുത്തി വിടൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ടോക്ക് ചെയ്താൽ മതി, എത്ര പറഞ്ഞാൽ മതി. ഈ ഇതൊന്നും നല്ലതല്ലല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്നാണ്ട് എസ്കേപ്പ് ആയാൽ മതി. അപ്പൊ അവർ വന്ന് അവർ സൽക്കരിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ സംഭവം കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പോലെയുള്ളൊരു എന്താ പറയാ പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാല് പതുക്കെ പതുക്കെ ഓരോ നിർത്തിക്കോളും. ഓളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിലേക്ക് അതായിക്കോളും. അപ്പൊ അങ്ങനെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ചെവി കൊടുക്കാണ്ടിരിക്കാം. മാക്സിമം നമ്മുടെ എന്താ പറയാ, ചെവി ആയിക്കോട്ടെ, കണ്ണായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കണ്ട് തന്നെ, കൺട്രോൾ ചെയ്യുക മീൻസ് അനാവശ്യത്തിലേക്ക് പോവാണ്ട് മുന്നോട്ട് പോവാ. പിന്നെ അതേപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതാത്തവരൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റ് ഇപ്പം തന്നെ എഴുതി വെച്ചിട്ട് നീറ്റ് പോവുക. ടു ഡു ലിസ്റ്റ് മീൻസ് ഇന്ന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് നിങ്ങളുടെ ഡേ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്ന ടൈം ആകുമ്പോഴത്തേന് വീട്ടിലെ പണി ചെയ്യും, ഇന്ന ടൈം ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കി കണ്ട് നീറ്റ് പോവുക. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നാളെ വീണ്ടും കാണാം. ഏഹ് അപ്പോ നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏറ്റവും ബെസ്റ്റ് ഡേ ഇന്നായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ ചെയ്ത് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക. കാരണം നമ്മുടെ ജീവിതം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയൂല. ഈ ഇരുത്തത്തിൽ തന്നെ നമ്മൾ തട്ടിപ്പോവുക എന്നുള്ളത് നമുക്ക് അറിയൂല. അപ്പൊ എന്തിനാ നമ്മളിങ്ങനെ ടെൻഷനും സങ്കടവും അനാവശ്യ ചിന്തകളും പേറി നടക്കണേ? നമ്മളുള്ള സംഭവം ആസ്വദിച്ച് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് ആ റബ്ബിനെ അറിഞ്ഞ് നമ്മളിങ്ങനെ ജീവിച്ചു പോയാല് അടിപൊളിക്കളം മക്കളെ ലൈഫ്. അപ്പൊ ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ, സീ യു, ഐ ലവ് യു.